ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും കാറിൻ്റെ കീ എടുക്കാൻ മറന്നുപോയി എങ്ങനെ ഇരിക്കും. ഞങ്ങളാണെങ്കിൽ റെഡിയായി പാർക്കിങ്ങിലൊക്കെ എത്തിയപ്പോഴത്തേക്കും ദീവേട്ടൻ പറഞ്ഞു കാറിൻ്റെ കീ എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് നേരെ പോയി കാറിൻ്റെ കീയും എടുത്ത് ഓടി വന്നു കേട്ടോ. ഞങ്ങൾ ലുലുവിൽ ചെന്നപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിരുന്നു പോയത്, കാരണം ഫാഷൻ സ്റ്റോറിൽ എൻ്റെ ഒരു പെട്ടി റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. 3 വർഷം വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ ടൂറിലൊക്കെ പോകുമ്പോഴത്തേക്കും കൊണ്ടുവന്ന പെട്ടിയായിരുന്നു. അപ്പോഴത്തേക്കും മോനാണെങ്കിൽ ഒരു സൈക്കിളൊക്കെ കണ്ടുപിടിച്ച് മോനും മോളും കൂടെ അതിൻ്റെ പുറത്ത് കയറി അമ്മയുടെ അടുത്താണ് അവൻ വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ അവനെ കൊണ്ടുപോയി ഞങ്ങൾ PVR കയറി ദീവേട്ട ഫുഡ് ബുക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോഴത്തേക്കും കാർട്ടൂണിന്റെ ട്രെയിലറൊക്കെ കണ്ട് ഇവർ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഷിൻജാൻ എന്നൊക്കെ വിളിച്ചു. അപ്പോൾ എനിക്ക് ജെസുവിനെ ഓർമ്മ വന്നു കേട്ടോ, കാരണം അവൻ്റെ ഫേവറേറ്റാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവന് ബോറടിച്ചു. പിന്നെ അവൻ നിലത്തൊക്കെ കിടന്ന് ഉരുളുന്നുണ്ടായിരുന്നു. പിന്നെ മൂവിയിൽ കയറിയപ്പോഴാണെങ്കിൽ റിക്ലൈനർ സീറ്റായിരുന്നു ദീവേട്ട ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേർ സമാധാനമായിട്ട് കിടന്ന് സിനിമയൊക്കെ കാണുമായിരുന്നു കേട്ടോ. അവരെ കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും ഉറങ്ങിയും പോയി. പിന്നെ ഞങ്ങൾ ഇൻ്റർവെല്ലിൻ്റെ ടൈമിൽ വാഷ്റൂമിലൊക്കെ പോയി നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പോകുന്ന വഴിക്കാണെങ്കിൽ അവൻ്റെ വന്നേലാടി തിക്കുലാടി എന്ന് പറഞ്ഞ സോങ്ങും കേട്ട് ഡാൻസും കളിച്ചിട്ടാണ് പോയത്. മോന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. കാറിൽ എപ്പോൾ കയറിയാലും ആ പാട്ട് വെക്കെന്ന് പറഞ്ഞ് അവൻ ബഹളം വെക്കും കേട്ടോ. അതുപോലെ കുറച്ച് സോങ് സെലക്ഷൻസ് ഉണ്ടേ അവന്. ആ പാട്ട് മാത്രം കേൾക്കാനേ അവൻ സമ്മതിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ടാറ്റ ബൈ ബൈ, സീ യു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.